എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മളിപ്പോൾ കേൾക്കുന്നൊരു വാക്കാണ് IoT. എന്താണ് ഈ IoT? ഇന്റർനെറ്റ് വഴി പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസുകളുടെ ഒരു നെറ്റ്വർക്കിനെയാണ് IoT അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത്. ഇതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഡോർ ലോക്കുകൾ, സ്മാർട്ട് ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം, ഓട്ടോമാറ്റിക് പ്ലാന്റ് വാട്ടറിംഗ് സിസ്റ്റം, ഹോം സേഫ്റ്റി മോണിറ്ററിംഗ്, സ്മാർട്ട് വാച്ചസ്, ഇതെല്ലാം നമുക്ക് ചുറ്റും കാണാൻ പറ്റുന്ന IoT ഡിവൈസസ് ആണ്. ഇപ്പോൾ ഒരുപാട് വീടുകളിലും പല പല കമ്പനികളിലും ഈ IoT ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അങ്ങോട്ടും ഇത് കൂടുക തന്നെ ചെയ്യും. നമുക്ക് സ്വന്തമായിട്ട് IoT ഡിവൈസസ് ഉണ്ടാക്കി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കിറ്റുകൾ അവൈലബിൾ ആണ്. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആർഡിനോയുടെ ഓപ്ല IoT കിറ്റ് എന്ന് പറയുന്ന ഒരു ബിഗിനർ ലെവൽ കിറ്റാണ്. ഈ ഒരു കിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയാൻ, ഈ ഒരു കിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് IoT പ്രോജക്റ്റ് ചെയ്യാൻ നിങ്ങൾ വലിയ എക്സ്പേർട്ട് ആവണമെന്നൊന്നുമില്ല. ഒരുപാട് കോഡിങ് അറിയേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് വരുന്നതെല്ലാം ബേസിക് കോഡിംഗ് ആണ്. മാത്രമല്ല, ഈ ഒരു കിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരുപാട് എക്സാമ്പിൾസ് വിത്ത് കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഇവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് IoT പ്രോജക്റ്റുകൾ ചെയ്ത് പഠിക്കാം. ഗൈസ്, ഈ ബോക്സാണ് നമുക്ക് ആർഡിനോ അയച്ചു തന്നത്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. തുറന്നു നോക്കിയപ്പോൾ ആദ്യം കണ്ടത് ഒരു നോട്ടാണ്. ഹായ് ജിതിൻ, we are very happy to share with you the exciting Opla IoT kit by Arduino. Make your world smarter with ease with this connected, dense and open programmable, accessible IoT platform. Simply connect the Opla to your device and enjoy the Internet of Amazing. Enjoy the Arduino team. ഇതാണ് അവരുടെ നോട്ടിൽ എഴുതിയിരുന്നത്. നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ആ ബോക്സിൽ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. ഒന്ന് ഈ ഒരു ബാഗ്, പിന്നെ ഈ ഒരു ടാഗ്. ഓക്കെ, നമുക്കിനി ഇത് മാറ്റി വെച്ചിട്ട് മെയിൻ കാര്യങ്ങളിലേക്ക് പോകാം. ഈ ഒരു ബോക്സ് കണ്ടില്ലേ? ഈ ബോക്സിനകത്താണ് നമ്മുടെ മെയിൻ ഓപ്ല IoT കിറ്റ് ഡിവൈസസ് ഇരിക്കുന്നത്. ഇത് ഒന്ന് തിരിച്ചു നോക്കുകയാണെങ്കിൽ ഈ ഒരു കിറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കമ്പോണൻസിൻ്റെ ലിസ്റ്റ് കാണാൻ പറ്റും. ഇത്രയും കമ്പോണൻസ് ഇതിനകത്തുണ്ടോ ഇല്ല എന്ന് പെട്ട് തുറന്ന് നോക്കുമ്പോൾ നമുക്കറിയാം. ഈ കാണുന്നത് നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് വെച്ച് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള പ്രോജക്റ്റുകളുടെ ലിസ്റ്റാണ്. ഈ ഒരു കിറ്റിൻ്റെ കൂടെ കിട്ടുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് Arduino Create Maker Planൻ്റെ 12 month സബ്സ്ക്രിപ്ഷനാണ്. ഈ ഒരു പ്ലാൻ വെച്ചിട്ട് നിങ്ങൾക്ക് Arduino IoT ക്ലൗഡിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അൺലോക്ക് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു ബോക്സിനകത്ത് എന്താണ് നമുക്ക് അറിയണ്ടേ? നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. ഒരു ബ്ലേഡ് വെച്ചിട്ട് പതുക്കെ ഈ ബോക്സ് ഒന്ന് തുറക്കാം. ഓക്കെ, എന്തൊക്കെയോ കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. നമുക്കൊന്നൊന്നായിട്ട് എടുത്ത് നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു ബോക്സ് തുറന്നു നോക്കാം. ഇത് കണ്ടിട്ട് ഒറിജിനൽ ആർഡിനോ ബോർഡിന്റെ പാക്കേജിംഗ് പോലെ ഉണ്ട്. ഓക്കെ ഗായ്സ്, ഇതാണ് ആർഡിനോ മേക്കർ 1010. ഇത് സാധാരണ IoTക്കൊക്കെ യൂസ് ചെയ്യുന്ന വൈഫൈ എനേബിൾഡ് ബോർഡാണ്. ഇതാണ് ഓപ്ല കിറ്റിന്റെ കാരിയർ ബോർഡ്. നമുക്ക് ഈ ഒരു ബോക്സിൽ നിന്ന് മാറ്റാം. ഓക്കെ, ഇതാണ് സംഭവം. ഈ ബോർഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരുപാട് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ ആയിരിക്കും നമ്മൾ ആർഡിനോ വെക്കുന്നത്. ഇതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. പിന്നെ ഉള്ളത് ആ ഒരു ബോർഡ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കേസിംഗ് ആണ്. പിന്നെ ഇവിടെ നമുക്ക് കുറേ കേബിൾസ് കാണാം. ഇതിനകത്ത് ഒരു മൈക്രോ USB കേബിളും ഉണ്ട്, പിന്നെ കുറേ കണക്റ്റിംഗ് കേബിൾസും ഉണ്ട്. തൽക്കാലത്തേക്ക് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഉള്ളത് ഒരു PIR സെൻസറാണ്. മോഷൻ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെൻസർ യൂസ് ചെയ്യുന്നത്. പിന്നെ അവസാനമായിട്ടുള്ളത് ഒരു കപ്പാസിറ്റീവ് സോയിൽ മോയ്സ്ചർ സെൻസറാണ്. ഇതും നമ്മളിനി അടുത്ത പ്രോജക്റ്റിൽ യൂസ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ കിറ്റിനകത്തുള്ളത്. ഇനി നമുക്ക് നമ്മുടെ കാരിയർ ബോർഡിലേക്ക് തിരിച്ചു വന്നാലോ? ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഈ നടുക്കിരിക്കുന്ന റൗണ്ട് OLED ഡിസ്പ്ലേയും ചുറ്റുമുള്ള കപ്പാസിറ്റീവ് ടച്ച് ബട്ടൺസുമാണ്. പിന്നെ ഇതിൻ്റെ താഴെ ഒന്ന് സൂക്ഷിച്ചു നോക്കി, ഇതിനകത്ത് തന്നെ പലതരം സെൻസേഴ്സ് ഉണ്ട്. ഈ സെൻസേഴ്സൊക്കെ വെച്ചിട്ട് പലതരം വെറൈറ്റി IoT പ്രോജക്റ്റുകൾ ചെയ്യാൻ പറ്റും. ഇനി ഈ ബോർഡിൻ്റെ മുകൾ വശം നോക്കിയേ, പലതരം കണക്റ്റേഴ്സ് കാണുന്നില്ലേ? ഇവിടെ നിങ്ങൾക്ക് പല ടൈപ്പ് എക്സ്റ്റേണൽ സെൻസേഴ്സ് കണക്ട് ചെയ്യാൻ പറ്റും. സോൾഡറിങ്ങും വേണ്ട, ബ്രെഡ് ബോർഡും വേണ്ട. പിന്നെ ഈ ഒരു ബോർഡിൻ്റെ താഴെ ഒരു മൈക്രോ SD കാർഡ് സ്ലോട്ടും ഒരു ബാറ്ററി സ്ലോട്ടും കാണാം. ഇത്രയാണ് മെയിനായിട്ട് ഈ ബോർഡിലുള്ളത്. ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ ഈ ഒരു ബോർഡും ഇതിനകത്തുള്ള സെൻസേഴ്സ് ഉപയോഗിച്ച് പലതരം ഇൻട്രസ്റ്റിംഗ് പ്രോജക്റ്റുകൾ ചെയ്യുന്നതായിരിക്കും. സോ ഇതൊക്കെ കാണാൻ താല്പര്യമുള്ളവർ
സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ ഒരു ബോർഡിൻ്റെ വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ കാണുന്ന 24 വോൾട്ട് റിലേസ് ആണ്. 2 എണ്ണം ഉണ്ട്. ഇതിനകത്ത് നമുക്ക് പല ടൈപ്പ് ഡിവൈസസ് കണക്ട് ചെയ്യാം. പിന്നെ ഉള്ളത് ഇതിന് ചുറ്റും കാണുന്ന ഈ RGB LEDs ആണ്. ഈ LEDs നമുക്ക് ഇൻഡിക്കേഷൻ പർപ്പസിന് യൂസ് ചെയ്യാം. കിറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു കാരിയർ ബോർഡ് ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കേസിംഗ് ഉണ്ട്. ഈ ഒരു കേസിങ്ങിനകത്ത് വയ്ക്കുകയാണെങ്കിൽ വെള്ളവും പൊടിയൊന്നും അടിക്കാതെ സംഭവം നല്ല സേഫ് ആയിട്ട് ഇരുന്നോളും. പിന്നെ ഈ കിറ്റിൻ്റെ കൂടെ കിട്ടുന്നത് Arduino Maker 1010 എന്ന് പറയുന്ന ഒരു വൈഫൈ എനേബിൾഡ് ബോർഡാണ്. ഒരു 3 വർഷം മുമ്പ് Arduino Maker 1000 എന്ന് പറഞ്ഞിട്ട് Arduino ഒരു വൈഫൈ എനേബിൾഡ് ബോർഡ് റിലീസ് ചെയ്തായിരുന്നു. ഇത് അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ്. ഇതിനകത്ത് കോൺഫിഗറേഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന വൈഫൈ ചിപ്സെറ്റ് എന്ന് പറയുന്നത് U-Blocksൻ്റെ ആണ്. ഇതിൻ്റെ പ്രത്യേകത ഇതിനകത്ത് ബ്ലൂടൂത്ത് എനേബിൾഡ് ആണ്. പിന്നെ ഉള്ളത് നമ്മൾ നേരത്തെ കാണിച്ച കപ്പാസിറ്റീവ് സോയിൽ മോയ്സ്ചർ സെൻസറാണ്. പിന്നെ ഹ്യൂമൻ മോഷൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു PIR സെൻസർ കൂടെ ഉണ്ട്. ഇനി നമുക്ക് ഈ ഒരു Arduino ബോർഡിനെ കാരിയർ ബോർഡിലേക്ക് കണക്ട് ചെയ്യാം. അതിന് ഈ പിൻസ് തമ്മിൽ ചേർത്ത് വെച്ചിട്ട് Arduinoനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കണ്ടില്ലേ, നല്ല നീറ്റ് ആയിട്ടില്ലേ? അതുപോലെ തന്നെ നല്ല കോമ്പാക്ട് ഡിസൈനാണ്. ഇപ്പോൾ ഈ ഒരു കാരിയർ ബോർഡും Arduino ബോർഡും കണക്റ്റഡ് ആണ്. ഈ ബോർഡുകൾ മാത്രമല്ല, കാരിയർ ബോർഡിലിരിക്കുന്ന എല്ലാ സെൻസേഴ്സും LEDയും എല്ലാ കാര്യങ്ങളും Arduino ബോർഡുമായിട്ട് ഇപ്പോൾ കണക്റ്റഡ് ആണ്. ഇനി LED ഡിസ്പ്ലേക്ക് മുകളിലുള്ള സ്ക്രീൻ ഗാർഡ് നമുക്ക് റിമൂവ് ചെയ്യാം. ഇനി ഇതിനെ പ്ലാസ്റ്റിക് കേസിങ്ങിനകത്ത് വെക്കാനായിട്ട് ഇതിനെ മൊത്തത്തിൽ തല കീഴായിട്ട് കേസിങ്ങിനകത്തോട്ട് ഇറക്കി വെക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേസിങ്ങിനകത്തുള്ള സ്ക്രൂ ഹോൾസും കാരിയറിനകത്തുള്ള സ്ക്രൂ ഹോൾസും നമ്മൾ അലൈൻ ചെയ്ത് വെക്കുക. എങ്കിലേ നമുക്ക് പ്രോപ്പറായിട്ട് സ്ക്രൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ടും ചേർത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ Arduino കിറ്റിൻ്റെ കൂടെ തന്നെയുള്ള സ്ക്രൂ വെച്ചിട്ട് ഇതിനെ രണ്ടും നന്നായിട്ട് സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്ത് വയ്ക്കുക. ഈ കിറ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് 3 ചെറിയ സ്ക്രൂ ആയിരിക്കും കിട്ടുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കേസിങ്ങിനകത്ത് നിന്ന് ഈ ബോർഡ് ഇളകി പോകത്തില്ല. ഇനി നമുക്ക് ഈ ഒരു ക്യാപ്പ് വെച്ച് അടച്ചു വയ്ക്കാം. ഇതൊരു ലോക്കിംഗ് മെക്കാനിസമാണ്. സ്ലോട്ട് അലൈൻ ചെയ്ത് പ്രസ് ചെയ്താൽ മാത്രം മതി. കണ്ടില്ലേ, നമ്മുടെ ബോർഡ് റെഡി. ഇനി Arduino Create Maker Planന്റെ 12 month സബ്സ്ക്രിപ്ഷൻ എങ്ങനെ ഫ്രീ ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് നിങ്ങളുടെ കിറ്റിനകത്ത് ഇതുപോലൊരു ഡിസ്കൗണ്ട് കൂപ്പൺ കാണും. ഈ ഒരു കൂപ്പൺ വെച്ചാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് പ്ലാൻ ചൂസ് ചെയ്യുന്ന പേജിൽ വന്നിട്ട് മേക്കർ പ്ലാൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ കാണുന്ന ബോക്സിൽ നമ്മൾ നേരത്തെ കണ്ട ഡിസ്കൗണ്ട് കോഡ് എൻ്റർ ചെയ്യുക. സക്സസ് ആണെങ്കിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വരും. എന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. അടുത്ത പേജിൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ചോദിക്കും. പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കൊടുത്താലും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോകത്തില്ല. ഇത്രയും ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആവും. സിമ്പിൾ അല്ലായിരുന്നോ? അപ്പോൾ ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ ഈ കിറ്റ് വെച്ചിട്ട് പലതരം IoT പ്രോജക്റ്റുകൾ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനലിലൊന്ന് പോയി നോക്കുകയാണെങ്കിൽ പലതരം കിടിലം പ്രോജക്റ്റുകൾ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.